ഹായ് ഹലോ നമസ്കാരം. നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബോൾഡ് ആയിട്ടുള്ളവർ കരയാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ബോൾഡ് ആയിട്ടുള്ളവരെന്ന് പറയുമ്പോൾ പുരുഷന്മാർക്ക് കരയാൻ പാടില്ല എന്ന് സമൂഹം അങ്ങനെ കൽപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? ഈ ബോൾഡ്നെസ്സും പൗരുഷവും തമ്മിൽ എങ്ങനെയാണ് ബന്ധം വന്നതെന്ന് ഒരു പുരുഷനായിട്ടുള്ള എനിക്ക് പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കരച്ചിലും കരച്ചിലും ബോൾഡ്നെസ്സിന്റെ ഒരു പോരായ്മയായിട്ടാണല്ലോ ഈ കരച്ചിലിനെ സംഭവം കാണുന്നത്, പ്രത്യേകിച്ച് ആണുങ്ങൾ കരയുമ്പോൾ. അപ്പൊ ഇത് എങ്ങനെയാണ് പൗരുഷത്വത്തിന്റെ ലക്ഷണമായിട്ട് മാറിയത് എന്ന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഈ പ്രായത്തിൽ പോലും എനിക്ക് പറ്റുന്നില്ല എന്നാണ് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ഒരാണായിട്ട് ആൺകുട്ടിയായിട്ട് ജനിച്ചു, അതിനുശേഷം കിട്ടുന്ന അനുഭവങ്ങളിലൊക്കെ ആണുങ്ങൾ കരയാൻ പാടില്ല, മരിച്ച വീട്ടിലാവട്ടെ, ഒരു സിനിമ കാണുമ്പോൾ പോലും രഹസ്യമായിട്ട് കരയേണ്ട ഗതികേടിലാണ് തോന്നുന്നത്. കാരണം ഒരു പുരുഷൻ കരയുന്നത് കണ്ടാൽ ആ പുരുഷന് ആണത്തം ഇല്ല എന്നുള്ള രീതിയിൽ അതൊരു ബാധ്യതയായിട്ടാണ് പലപ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ ഒരു പുരുഷനായിട്ടുള്ള എനിക്ക് തോന്നാറ്. കാരണം കരച്ചിൽ വരുമ്പോൾ ആ ഒരു ഇമോഷൻ, ചിരിയെ പോലെ ഒരു ദേഷ്യത്തിനെ പോലെയൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റാതെ ഉള്ളിൽ തന്നെ ഒതുക്കേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥയാണ് ഈ ബോൾഡ്നെസ്സിൽ കരച്ചിലിനെ കുറിച്ച് പറയുമ്പോൾ ഒരാണായിട്ടുള്ള എൻ്റെ മറുപടി. അപ്പൊ നിങ്ങൾ ഈ ദയനീയാവസ്ഥ അനുഭവിക്കുമ്പോൾ അതിന്റെ എഫക്റ്റുകൾ സ്ത്രീകൾക്ക് വരുന്നുണ്ട്. എന്താ അറിയോ? അപ്പൊ നമ്മളെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് സ്ത്രീകൾ പറയുന്നതാണ്, എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, അയാൾ എനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു തരുന്നുണ്ട്, പക്ഷേ എങ്കിലുണ്ടല്ലോ സ്നേഹത്തോട് സംസാരിക്കാറില്ല, ഇതങ്ങോട്ട് പ്രകടിപ്പിക്കാൻ അറിയില്ല, റൊമാൻറ്റിക് ആവുന്നില്ല എന്നൊക്കെ പ്രശ്നം പറയാറുണ്ട്. അപ്പൊ ഞാനിപ്പോ സാറൊക്കെ പറയുന്നതിനൊക്കെ മനസ്സിലായത്, അല്ലെങ്കിൽ ആസ് പെർ സൈക്കോളജി ഒക്കെ പറയുന്നത് എന്താ വെച്ചാല്, നമ്മൾ ഈ കുട്ടിക്കാലത്ത് ഇങ്ങനെ കിട്ടുന്ന ഈ മെസ്സേജുകൾ ഉണ്ടല്ലോ, ആണുങ്ങളെ ഫീലിങ്സ് ഒന്നും പ്രകടിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കരച്ചില്, ആ നിലയ്ക്ക് ദേഷ്യം പ്രകടിപ്പിക്കുക, അതവന്റെ ആണത്താണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇൻജങ്ഷൻസ് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊടുത്തിടുന്ന കാര്യങ്ങൾ കാരണം അവരെന്ത് ചെയ്യാണ്, സ്നേഹം പോലും പ്രകടിപ്പിക്കുന്നില്ല, ഒരു ഇമോഷനും പ്രകടിപ്പിക്കുന്നില്ല. കാരണം കുട്ടിയാകുമ്പോൾ തന്നെ ഇമോഷൻസിനെ അച്ഛൻ പറയും കരയരുത്, അല്ലെങ്കിൽ ഒന്ന് അതാക്കരുത് ഇതാക്കരുത് എന്നൊക്കെ അങ്ങനെ തടഞ്ഞു വെക്കുമ്പോൾ പിന്നീട് അത് പ്രകടിപ്പിക്കാൻ അറിയാത്ത വിധത്തിലൊരു മനുഷ്യനായി മാറുകയാണ്. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ സ്ത്രീകളും അല്ലെങ്കിൽ എന്താണ് ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോൾ സ്ത്രീകളും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബോൾഡ്നെസ്സിന്റെ കാര്യത്തിൽ സ്ത്രീകള് ഒരു ഇളവ് അനുഭവിക്കുന്നുണ്ടോ? ആണുങ്ങളെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് പിന്നെ ഏത് സമയത്തും ബോൾഡ് അല്ലാതിരുന്നാലും സമൂഹം സ്ത്രീകളെ നിലവിലെ അവസ്ഥയിൽ കുറ്റം പറയാറില്ലല്ലോ. അതേ അവസരത്തിൽ ആണുങ്ങൾ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും പതറിപ്പോയാൽ അയാൾ ആണല്ല, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു സന്ദർഭത്തെ കീഴ്പ്പെടുത്താനുള്ള കഴിവില്ലാത്തൊരു ആളായിട്ട് സമൂഹം കാണാറില്ല. സ്ത്രീകൾക്ക് ബോൾഡ്നെസ്സിൽ കുറച്ചുകൂടെ ഒരു തഴുകൽ കിട്ടുന്നില്ലേ പുരുഷനെ അപേക്ഷിച്ച്? സ്ത്രീക്ക് ഒരു മാനദണ്ഡവും പുരുഷനൊരു മാനദണ്ഡവും വേറെ വേറെ കൽപ്പിച്ചിരിക്കുന്ന ആ ഒരു സംഭവം ഉദ്ദേശിച്ചത്. പക്ഷെ എന്നോട് എൻ്റെ ഒരു സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ മെന്ററായിട്ട് ഈ ഇങ്ങനെ പറയുന്ന ഒരാളായിട്ട് നിങ്ങൾ എന്താണ് കരയുന്നത്, നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്നത് എന്നൊക്കെ അങ്ങനെ അത്ഭുതത്തോടെയും കളിയാക്കിക്കൊണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി, ഇമോഷൻസ് എന്ന് പറയുന്നത് പ്രകടിപ്പിക്കാനുള്ളതാണ്. ഇമോഷൻസ് പ്രകടിപ്പിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഉദാഹരണത്തിന് മെന്റലി, ഇപ്പൊ സാറ് തന്നെ കരച്ചിൽ വരുമ്പോ കരയാതിരിക്കുന്ന സ്ട്രെസ് വരുന്നില്ലേ? അപ്പൊ ആ സ്ട്രെസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രെസ് നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ചാല് കുറെ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ പലതരം ഹോർമോണുകൾ വരും. ആ ഹോർമോണുകൾ നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് മുടി കൊഴിച്ചില്, താരൻ, പിന്നെ സ്കിന്നിൽ പ്രത്യേക ഒരു പർട്ടിക്കുലർ ഭാഗത്ത് പല കളറുകൾ മാറ്റം, പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, സ്ട്രെസ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഞാൻ പറയണ്ടല്ലോ. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് വെച്ചാൽ, സ്ത്രീ ആയാലും പുരുഷനായാലും ഈ ബോൾഡ്നെസ്, കരച്ചില് എന്നുള്ള ഒരു ബാധ്യത അങ്ങോട്ട് ചിന്തിക്കരുത്. മറ്റുള്ളവർ കളിയാക്കുന്നൊന്നും ചിന്തിക്കരുത്. എൻ്റെ മെന്റൽ ഹെൽത്തിന് ഏറ്റവും നല്ലത് ഇമോഷൻസ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കരയാൻ വന്നാൽ കരയണം, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിപ്പം നിങ്ങളൊരിക്കലും എൻ്റെ ആണത്തെ പോകുന്നൊന്നും അങ്ങനെ കരുതരുത്. അത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചില സാഹചര്യത്തിൽ നമുക്ക് എല്ലാവരും മുന്നിൽ നിന്നൊന്നും പ്രകടിപ്പിക്കാൻ പറ്റണമെന്നില്ല. അപ്പം നമ്മളൊന്ന്
ഒന്ന് മാറി നിന്ന് ഒന്ന് ബാത്റൂമിൽ പോയിട്ടോ ഒക്കെ ഒന്ന് കരയുക, അത് നിർബന്ധമാണ്. ഇതേ വിഷയത്തിൽ തന്നെ സമൂഹത്തിൽ ഒരു തിരിച്ചറിവില്ല എന്ന് തോന്നുന്നു. ഈ ബോൾഡ്നെസ്സിനെ അളക്കുന്ന ഒന്നാണ് ഈ കരച്ചിൽ എന്നുള്ള ഇമോഷൻ. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഒരാണായിരിക്കെ തന്നെ ഉള്ള ഒരാൾ ഒരു പട്ടാളക്കാരനാണെന്ന് വിചാരിക്കാം. അയാൾ വാർ ഫീൽഡിൽ പോകുമ്പോൾ അയാൾ അത്രയും ബോൾഡായിട്ടുള്ള ആളായിരിക്കും. ട്രെയിനിങ് വഴിയൊക്കെ ഒരു മാനസികമായിട്ടും ഫിസിക്കലൊക്കെ കരുത്തുള്ള ബോൾഡായിട്ടുള്ള ആളുകളാണ് പട്ടാളക്കാരെന്നാണല്ലോ. തീർച്ചയായിട്ടും അവരങ്ങനെയാണ്. ആ യുദ്ധക്കളത്തിൽ തൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള ആള് വെടിയേറ്റ് വീഴുമ്പോൾ ഒരു പക്ഷെ അയാൾ കരഞ്ഞേക്കാം. അപ്പൊ ആ കരച്ചിൽ ബോൾഡ്നെസ് ഇല്ലാത്തത് കൊണ്ടല്ല അയാൾ കരയുന്നത്. അത് അയാളായിട്ടുള്ള ഒരു ഇമോഷൻ, അയാളായിട്ടുള്ള സൗഹൃദത്തിന്റെ അത് ഒരുപാട് കൊണ്ടാണ് അയാൾ കരയുന്നത്. എത്രമാത്രം ബോൾഡ് ആണല്ലേ. അതെ. അപ്പൊ അയാള് ആ വീണ് കിടക്കുന്ന ആള് കാണുമ്പോ കരയുന്നത് അയാൾ ഭീരുവായത് കൊണ്ടല്ല. അപ്പൊ ഈ കരച്ചിലും ബോൾഡ്നെസ്സും തമ്മിൽ അങ്ങനെ അത്തരത്തിലൊരു ബന്ധമല്ല എന്ന് നമ്മള് ആണുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തിരിച്ചറിയുമ്പോൾ, ഈ കരയുന്നത് ആണുങ്ങൾ ഒരു പൊതു സമൂഹത്തിൽ പൊതുസ്ഥലത്ത് കരയുന്നത് ഒരു മോശം കാര്യമായിട്ട് സമൂഹം വായിച്ചെടുക്കൂല. അപ്പോൾ ഈ ഒരു അറിവില്ലായ്മ നിലവിൽ സമൂഹത്തിനുണ്ട് അല്ലെ. ഈ കരഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങൾ ബോൾഡല്ല എന്നുള്ള കാര്യം ഇപ്പോഴും ഉണ്ട്. ശരിക്കും കരച്ചിൽ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് പ്രോസസ്സാണ്. ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കൊരു റിലാക്സേഷൻ കിട്ടുന്നില്ല. അരമണിക്കൂർ കരഞ്ഞാല് എന്തോ ഒരു സമാധാനം. ഇപ്പൊ എനിക്കൊക്കെ അങ്ങനെ ചിരിച്ചാൽ, ഇനി ദേഷ്യം വന്നിട്ട് അത് പ്രകടിപ്പിച്ചാൽ, ഒരളവ് വരെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോഴൊക്കെ നമുക്ക് റിലീഫ് കിട്ടുന്നുണ്ട്. പക്ഷെ കരയുന്ന കാര്യത്തിൽ പലപ്പോഴും നമുക്കത് പൊതു സ്ഥലത്തോ അല്ലെങ്കിൽ പൊതുവായിട്ട് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക പ്രയാസങ്ങൾ പുരുഷന്മാരുടെ സ്വഭാവത്തെ വരെ സ്വാധീനിച്ചേക്കാം അല്ലെ. ശരിയാണ്. കാരണം ഇപ്പൊ അടുത്തുള്ള സ്റ്റഡീസിൽ ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കാണ് സ്ട്രെസ് കൂടുതൽ. സ്ത്രീകളെക്കാളും സ്ട്രെസ്സും മാനസിക പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവര് പുരുഷന്മാരാണെന്നാണ് പഠനം പറയുന്നത്. കാരണം ഇതാണ്, അവർക്ക് കാര്യമായിട്ട് എന്താണ്, ഒരു ഇമോഷൻസിനും പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. സ്ത്രീകളാണെങ്കിൽ എല്ലാം പ്രകടിപ്പിക്കും, അവരത് റിലീസ് ചെയ്യും, പിന്നെ അവർ പഴയ പോലെ ഒരു പീസിന്റെ എനർജിയിലാവും. അപ്പൊ നമ്മൾ പറയാനുള്ളത്, പുരുഷനായാലും സ്ത്രീ ആയാലും, നിങ്ങൾ ഇമോഷൻസ് പ്രകടിപ്പിക്കുക, ഒരു അരമണിക്കൂർ അത് ഫീൽ ചെയ്യുക, എന്നിട്ട് റിലീസ് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾ ഒരു ബാത്റൂം പോയിട്ട് പ്രകടിപ്പിച്ചോ, പരസ്യമായിട്ട് വേണ്ട. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വിത്തിൻ ഹാഫ് അവർ അതിനെ റിലീസ് ചെയ്യുക. കാരണം നമ്മുടെ ഇമോഷൻസിന്റെ കൺട്രോൾ എന്തായിരിക്കണം, നമ്മുടെ കയ്യിലായിരിക്കണം. മറ്റൊരാൾ പ്രകോപിച്ചാല് പിന്നെ ചിലപ്പോൾ ദേഷ്യം പിടിക്കുന്ന സാഹചര്യത്തിലൊക്കെയാണ് ഉദ്ദേശിച്ചത്. മറ്റൊരാളുടെ ഒരു പ്രകോപനം കൊണ്ട് ഇമോഷൻസ് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു ഉണ്ടാകും. പെട്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് സങ്കടമൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനെ വേഗം എന്ത് ചെയ്യുക, വേഗം അതിനെ ഓവർകം ചെയ്യുക. ഇമോഷൻസിന്റെ കാര്യത്തിൽ എനിക്ക് അതാണ് പറയാനുള്ളത്. ഫീൽ ചെയ്യുക, റിലീസ് ചെയ്യുക, നിങ്ങൾ തന്നെ എന്താണ് റിലാക്സ് ആയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ സമൂഹത്തെ ഭയന്നുകൊണ്ട് കരച്ചിൽ വരുമ്പോ ഒരു പുരുഷനായി തന്നെ നിലനിൽക്കാൻ കരയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതില്ല. വേണ്ട, ജെൻഡർ വൈസ് ഒന്നും കണക്കാക്കണ്ടല്ലോ. നമ്മളെല്ലാത്തിനും സമത്വം പറയും. ഈ കാര്യത്തിൽ എന്തുകൊണ്ട് പുരുഷന് സമത്വം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇമോഷൻസിന് ജെൻഡർ വൈസ് വ്യത്യാസമൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്ത്രീ എന്നതുകൊണ്ട് കരച്ചിലൊരു കുത്തകയാണെന്നോ, പുരുഷൻ ബോൾഡ് ആവണമെങ്കിൽ കരയാൻ പാടില്ല എന്നോ, ഇങ്ങനെയൊന്നും പ്രത്യേകിച്ച് കൽപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമോഷൻസ് വന്നാൽ അത് ഫീൽ ചെയ്യുക. ഇപ്പൊ ദേഷ്യമാണോ കരച്ചിലാണോ എന്താണോ നിങ്ങൾക്ക് വന്നത്, അതിനുള്ള കാരണത്തെ മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. താങ്ക് യു.